പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസും MSFും മഹിളാ കോൺഗ്രസും സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു. കൊച്ചി കണ്ണയൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം അടക്കം 15-ലേറെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള പ്രതിഷേധം തണുക്കുന്നില്ല. KSUവും യൂത്ത് കോൺഗ്രസും ഒപ്പം മഹിളാ കോൺഗ്രസും MSFും എല്ലാം തന്നെ തെരുവിൽ തന്നെയാണ്. ഇന്നത്തെ മാർച്ച്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ യുവജന മഹിളാ വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നാളെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്തും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന എല്ലാ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് കാണാനായത്. സെക്രട്ടേറിയറ്റ് പരിസരം പൂർണ്ണമായും പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായിരുന്നു. ആദ്യം MSF പ്രവർത്തകരാണ് പ്രതിഷേധവുമായി വന്നത്. MSF പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അതിനുശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. അതിന് പിന്നാലെ എത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബാരിക്കേഡ് ഭേദിക്കാനും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ശ്രമിച്ചത് വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നയിച്ചു. പക്ഷേ പോലീസ് പൂർണ്ണമായും സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചിട്ടും പോലീസുമായി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടും ഒരു കടുത്ത നടപടിയിലേക്ക് പോലീസ് ഇല്ല. അത്തരത്തിൽ പ്രതിപക്ഷ സംഘടനകൾ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കും. പോലീസിനെതിരെ ആയുധമാക്കാൻ അത് ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഒരു പ്രകോപനം ഒഴിവാക്കുന്ന സമീപനമാണ് കണ്ടത്. സംസ്ഥാനത്ത് മറ്റ് പലയിടങ്ങളിലും നടന്ന പ്രതിഷേധവും സമാനമായ രീതിയിൽ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. സംസ്ഥാനം ഇന്നും പ്രതിഷേധക്കടലായി മാറുകയായിരുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിൽ. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിടണമെന്ന് രാഹുൽ ഗാന്ധി MP. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കത്തയച്ചു. കുറ്റവാളികൾ SFI പ്രവർത്തകരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ദീപക് മോഹനുണ്ട്. ദീപക്, രാഹുലിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബിനിൽ, ജയസിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി MP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ദിവസങ്ങളോളം മർദ്ദനത്തിനിരയായ സിദ്ധാർത്ഥന്റെ ദാരുണ മരണം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. അതോടൊപ്പം SFIയുടെ സജീവ പ്രവർത്തകരാണ് അക്രമികളെന്നും രാഹുൽ പറഞ്ഞു. കേരളത്തിൽ ക്യാമ്പസിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഖേദകരമാണ്. അതോടൊപ്പം തങ്ങൾക്കെതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്തുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ചില സംഘടനകളെ അക്രമാസക്തരായ ആൾക്കൂട്ടങ്ങളാക്കി മാറ്റി എന്നും രാഹുൽ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ സംരക്ഷിക്കാൻ സർവകലാശാല അധികൃതരും നിയമപാലകരും ശ്രമിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും ഈ സംശയങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ കടമ സർക്കാരിനുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്നും ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടിരിക്കുന്നത്. ഈ നീക്കത്തെ അപലപിക്കുന്നു, അതായത് ഈ സംഭവത്തെ അപലപിക്കുന്നു. ഒപ്പം ഈ പ്രതികളെ പ്രധാനമായും മാധ്യമങ്ങളും അതോടൊപ്പം ജനരോഷത്തിനും ശേഷം മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ പോലീസിലും മറ്റുള്ള നിയമവ്യവസ്ഥയിലുമുള്ള അന്വേഷണ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ഇത് ശ്രമിച്ചിട്ടുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ബിനിൽ.